ഇപ്പൊ നമ്മുടെ റെന്നും മിറയുടെ കൂടെ ഫ്രാൻസിൽ പോകും. അതിനുശേഷം തൈം അവന്റെ പൂച്ചയായിട്ട് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവന്റെ ചേച്ചി കടന്നിട്ട് തൈം നമ്മുടെ അമ്മ ഇപ്പൊ സിംഗപ്പൂരിൽ പുതിയ ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ പോവാ എന്നിന് ചേച്ചി പറയും. അപ്പൊ ഇത് കേട്ട് അവനും അതിനിപ്പോ ഞാൻ എന്താണോ എന്ന് അവൻ ചോദിക്കും. അപ്പനാണ് ചേച്ചിയും എടാ തൈം അതിനർത്ഥം നിനക്ക് ഞങ്ങൾ പോയതിനു ശേഷം എന്ത് വേണമെങ്കിലും ചെയ്യാം, നിനക്ക് ഗോറിയെ വളയ്ക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല, എനിക്കറിയാടാ തൈം നിനക്ക് ആ പെണ്ണിന് ഇഷ്ടമാണ്, നീ ഈ ചാൻസ് യൂസ് ചെയ്ത് അവളെ വളയ്ക്കാൻ നോക്ക് എന്നിന് ചേച്ചി പറയും. അപ്പൊ ഇത് കേട്ട് അവനും വളയ്ക്കാനാ, ഞാൻ അങ്ങനെ താളൊന്നുമില്ല എന്നിന് അവനും പാവത്തെ പോലെ ആക്ട് ചെയ്യും. അപ്പൊ ഇത് കേട്ട് ചേച്ചിയും അങ്ങനെയാണ് എന്റെ മോന് ഞാൻ അഡ്വൈസ് ഒന്നും പറഞ്ഞു തരണ്ടല്ല, എനിക്ക് ലവിനെ കുറിച്ച് കുറെ അഡ്വൈസ് അറിയായിരുന്നു, ഒരു പക്ഷേ നീ അതൊക്കെ യൂസ് ചെയ്താൽ അവളെ പെട്ടെന്ന് വീഴ്ത്താൻ പറ്റും എന്നിങ്ങനെ ചേച്ചി പറയും. അപ്പൊ ഇത് കേട്ട് അവൻ അങ്ങോട്ട് ഇരുന്നിട്ട് കുറച്ച് അഡ്വൈസ് ഒക്കെ പറഞ്ഞ എന്നിന് അവനും പതിയെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഇത് കേട്ട് ചേച്ചിയും എന്തുവാ ഞാൻ കേട്ടില്ല, എന്റെ പൊന്നോ എനിക്ക് വല്ല അഡ്വൈസ് പറഞ്ഞ എന്നിന് അവൻ തന്നെ തുറന്നു പറയും. അപ്പൊ ഇത് കേട്ട് ചേച്ചിയും എനിക്ക് അപ്പഴേ അറിയായിരുന്നറാ നിനക്ക് അവളെ ഇഷ്ടമാണ്, പക്ഷെ ഒരു കാര്യം തൈം നമ്മുടെ അമ്മ അവളെ സമ്മതിക്കും തോന്നുന്നില്ല, പക്ഷെ നിനക്ക് സത്യത്തെ അവളെ ഇഷ്ടമാണെങ്കിൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം എന്നിന് ചേച്ചി പറയുമ്പോൾ നമ്മുടെ തൈമും എന്നാ ശരി അവളെ വീഴ്ത്താൻ വല്ല വഴി പറഞ്ഞ എന്നിന് അവൻ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് ചേച്ചിയും എന്നാ പിന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം തൈം, ഈ ഗോറിയ എല്ലാ പെണ്ണുങ്ങളെ പോലെ ഒന്നല്ല, അവൾക്ക് നീ റിച്ചാന്ന് പറഞ്ഞൊന്നും ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് നീ ആദ്യം ചെയ്യേണ്ട കാര്യം അവളെ ഡേറ്റിങ്ങിന് വിളിക്കണം, പക്ഷെ നീ അവളെ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ ഒന്നും വിളിക്കല്ലേ, അത് കുറച്ച് വെറൈറ്റി ആയിരിക്കണം എന്നിന് ചേച്ചി പറയും. അപ്പൊ ഇത് കേട്ട് അവനും ടെൻഷനായിട്ട് അത് എന്നെ കൊണ്ട് പറ്റുമോ എന്നിന് അവനും കുറച്ച് ടെൻഷനായിട്ടിരിക്കും. അപ്പൊ ഇത് കണ്ട് ചേച്ചിയും എടത്തായും നീ ഇപ്പൊ കൊച്ചൊന്നല്ല, നിനക്ക് 18 വയസ്സ് കഴിഞ്ഞ് നീ ഒരു ആൺകുട്ടിയാ എന്നിന് ചേച്ചി പറയുന്ന കേട്ട് നമ്മുടെ തൈമിന് രോമാഞ്ചൊക്കെ വന്ന് യെസ് ഞാനൊരു ആൺകുട്ടിയാ എന്നിന് അവന് വലിയ സ്പീച്ച് ആയിട്ട് കണക്ക് മോട്ടിവേറ്റ് ആയിട്ട് അടുത്ത ദിവസം നമ്മുടെ ഗോറിയ വിളിക്കാൻ വേണ്ടി അവന് സ്കൂളിലെ ടിവിക്കകത്ത് ലൈവായിട്ട് ഇങ്ങനെ വരും. മിസ് ഗോറിയ നീ എന്നെ കാണുന്നുണ്ടല്ലോ എന്നിന് അവനെ കണ്ടിട്ട് അവളിങ്ങനെ ഷോക്കായി നിൽക്കും. അപ്പോഴാണ് തൈമും മിസ് ഗോറിയ നിനക്കൊരു അനൗൺസ്മെന്റ് ഉണ്ട്, നീ നാളെ 1 മണിക്ക് ഈ ബാക്കി കാണുന്ന സ്ഥലത്ത് തരണം, അത്രേ ഉള്ളു ഞാൻ പോവാ ബൈ എന്നിന് അവനും പറഞ്ഞിട്ട് അങ്ങ് പോവും. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ഹാനിയും ഗോറിയ അവൻ നിന്നെ ഇപ്പൊ ഡേറ്റിന് വിളിച്ചാണോ എന്നിന് അവൾ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് ഗോറിയും അങ്ങനൊന്നുമില്ല, അവ വീണ്ടും റാഗ് ചെയ്യാൻ വേണ്ടി എന്നെ പുറത്ത് വിളിക്കുന്നതായിരിക്കും എന്നിന് അവളും തൈം പറഞ്ഞൊന്നും വിശ്വസിക്കാതെ അവൾ അടുത്ത ദിവസം കൂട്ടുകാരായിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ അതേസമയം നമ്മുടെ തൈമും അവനും ഗോരയ്ക്ക് വേണ്ടി ആ സ്ഥലത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഗോരയും ഷോപ്പിംഗ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന ടിവിക്കകത്ത് നമ്മുടെ തൈമിന്റെ ഇന്റർവ്യൂ ഇങ്ങനെ കാണുന്നത്. അപ്പൊ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളും ചോദിക്കും മിസ്റ്റർ തൈം നിങ്ങൾ ആരെങ്കിലും ഒക്കെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നിന് ആ ചോദ്യത്തിന് നമ്മുടെ തൈമും ഇല്ല ഞാൻ ഇതുവരെ ആരും സ്നേഹിച്ചിട്ടില്ല, പക്ഷെ എന്റെ പുറകെ കുറെ പേര് നടക്കുന്നുണ്ട്, കൂടാതെ ഞാൻ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല, എനിക്ക് വേണ്ടി വേണം എല്ലാവരും വെയിറ്റ് ചെയ്യാൻ, ഒരു പക്ഷേ ഞാൻ ആർക്കെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്താൽ അവരെ കൊണ്ട് മാത്രമേ എന്നെ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ എന്നിന് അവന്റെ ഇന്റർവ്യൂ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നത്. അങ്ങനെ ഇത് കണ്ടിട്ട് നമ്മുടെ ഗോരയും ഒരേശ്വ തൈം ഈ മഴയത്തും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് അവളും പെട്ടെന്ന് കാനിങ്ങിനോട് പോകാന്ന് പറഞ്ഞിട്ട് നമ്മളെ തൈമിനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവനും ആ മഴയത്ത് നനഞ്ഞോണ്ട് നമ്മുടെ ഗോരയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് അവള് ഫീൽ ചെയ്ത് നമ്മളെ തൈം നനയായിരിക്കാൻ വേണ്ടി കുട എടുത്തോണ്ട് പോകുമ്പോഴാണ് അവനും തട്ടിയിട്ടിട്ട് നിന്നെ ഞാൻ 1 മണിക്കാ വരാൻ പറഞ്ഞ, ഇപ്പൊ സമയം 4 മണിയായി, ഇത്ര സമയം നീ എവിടെ ആയിരുന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ആർക്കും വെയിറ്റ് ചെയ്തിട്ടില്ല, നീ എന്റെ കോലം കണ്ട എന്നിന് അവൻ ദേഷ്യപ്പെടുന്ന കണ്ടിട്ട് അവളും നിന്നെ ആരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ, അതിന് ഞാൻ വരുന്നൊന്നും പറഞ്ഞില്ലല്ലേ, പോരാത്തിന് മഴ പെയ്യുമ്പോ നിനക്ക് മാറി നിന്നോടെ, നിനക്കെന്താ വട്ടാണോ എന്നിന് അവള് ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവനും ആർക്ക് എനിക്ക് വട്ട, നിനക്കാടി പ്രാന്ത് എന്നിന് ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം മഴയത്ത് നനഞ്ഞത് നമ്മുടെ തൈമിന് പനി പിടിക്കും. അപ്പോഴാണ് അവളും തൈമിന് കുടിക്കാൻ വേണ്ടി ടീ വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ ഇത് കണ്ടിട്ട് അവനും ഇതെന്തോ സാധനം, ഇത് ജ്യൂസ് വല്ലതും ആണോ എന്നിന് അവൻ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവളും നീ ഇതൊന്നും കണ്ടിട്ടില്ല, ഇത് ടീയാ എന്നിന് അവൾ പറയും. അപ്പൊ അവനും ഇത് ടീ ആയിരുന്നോ, ഞാനിങ്ങനത്തെ ചീപ്പ് സാധനങ്ങളൊന്നും കണ്ടിട്ടേ ഇല്ല എന്നിന് അവൻ പറയുന്നതായിട്ട് അവള് നിങ്ങളൊക്കെ ഹൈ ക്ലാസ് അല്ലേ, എന്നാ പിന്നെ ഈ ടീ നീ കുടിക്കണ്ട ഞാൻ കുടിച്ചോളാം എന്നിന് അവള് തട്ടിപ്പറിക്കുമ്പം നമ്മുടെ തൈമത് വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ കുടിച്ചോളാം എന്നിന് അവനത് വാങ്ങിച്ചിട്ട് എന്നാ ശരി വാ നമുക്ക് ഡേറ്റിനോ എന്നിന് അവൻ വിളിക്കും. അപ്പൊ ഇത് കേട്ട അവളും എന്തോ ഞാനിപ്പോ പറഞ്ഞ ഡേറ്റിന് വരാന്ന് എന്നിന് അവള് ചോദിക്കും. അപ്പൊ ഇത് കേട്ട അവനും അങ്ങനാണോ, എന്നാ പിന്നെ നീ ഡേറ്റിന് വരത്തില്ലെന്നും പറഞ്ഞില്ലല്ലോ, നിനക്ക് വേണ്ടി ഇത്ര സമയം ഞാൻ മഴയത്ത് നനഞ്ഞിട്ട് നീ എന്റെ കൂടെ ഡേറ്റിന് വരത്തില്ലെന്ന് പറയുന്ന എന്നിന് അവളെയും വിളിച്ചോണ്ട് ഡേറ്റിന് പോകും. അതേസമയം നമ്മളെ ടൈം കാണിച്ചു വിട്ടുന്ന കണ്ടിട്ട് അവളെ സഹിച്ചോണ്ട് വരും. അപ്പോഴാണ് ഗോരയും അവളുള്ള ടെഡി ബിയറിനെ ഹഗ് ചെയ്യാൻ പോകും. അപ്പൊ ഇത് കണ്ട് അവനെ അവളെ പിടിച്ച് മാറ്റിയിട്ട് എടാ ടെഡി നിനക്ക് ഹഗ് ചെയ്യണോ, എന്നാ പിന്നെ എന്നെ ഹഗ് ചെയ്യടാ, എനിക്കറിയാടാ നീ എങ്ങനത്തെ ജന്മമാന്ന് എന്നിന് അതിനായിട്ട് വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ട് നമ്മുടെ ഗോരി അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് അങ്ങ് പോകും. എന്നിട്ട് അവനും ഗോരയുടെ കൂടെ സൺസെറ്റ് കാണാൻ പോകുമ്പോഴാണ് അവിടുത്തെ സ്റ്റാഫും പറയുന്നത് സാർ നിങ്ങൾ സൺസെറ്റ് കാണണമെങ്കിൽ അവിടുത്തെ ഫെറിസ് വീൽ ഉണ്ടില്ല നിങ്ങൾ അവിടെ പോകണം എന്നിന് ആ സ്റ്റാഫ് പറയും. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ ടൈം ഞെട്ടി എന്തുവാ അത്ര ഹൈറ്റിൽ പോണോ, താഴെ ഇരുന്ന് സൺസെറ്റ് ഒന്ന് കണ്ടൂടെ എന്നിന് അവൻ ആ ഹൈറ്റ് കണ്ടിങ്ങനെ പേടിച്ചിരിക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് ഗോറിയും ടൈം നിന്റെ ഫേസിൽ എന്തോ ഒരു പേടി തോന്നുന്നേ, ഒരു പക്ഷേ നിനക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞ പേടിയാണോ, വാ ടൈം എനിക്ക് സൺസെറ്റ് കാണണം എന്നിന് അവള് വിളിക്കും. അപ്പൊ ഇത് കേട്ട് അവനും ഇല്ല എനിക്ക് ബോറടിക്കുന്നു നമുക്ക് വേറെ എവിടെയൊക്കെ പോവാം എന്നിന് അവൻ അത് കണ്ട് പേടിച്ച് നടക്കും. അപ്പോഴാണ് ഗോറിയും ടൈം കൊച്ചു വെച്ചാണല്ലേ അവൻ ഈ ഹൈറ്റ് തന്നെ പേടിയാ എന്നിന് അവളും കളിയാക്കി നേരിട്ട് ഗോറിയ നിന്നോട് ആരും പറഞ്ഞ എനിക്ക് ഹൈറ്റ് പേടിയാന്ന്, വാ നമുക്ക് സൺസെറ്റ് കാണാം എന്നിന് അവൻ അവളുടെ ഫെറിസ് വീലിൽ കയറി ഇരുന്നിട്ട് അവസാനം അവൻ ഹൈറ്റ് കണ്ട് പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഛർദ്ദിക്കും. അപ്പൊ ഇത് കണ്ട് ഗോറിയും ടൈം ഞാൻ നിന്നെ ചുമ്മാ കളിയാക്കിയതേ ഉള്ളു, നിന്നെ ആരും അതിൽ കയറാൻ പറഞ്ഞ, എന്നാ ശരി ഞാൻ വേണം നിനക്കിപ്പോ ചെലവ് ചെയ്യാം എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് അവനും എന്നാ ശരി ഇതൊരു ഹോട്ടലാ നമുക്ക് ഇവിടെ കയറാം എന്നിന് അവനും കയറാൻ പോകുമ്പോഴാണ്
പറയാണ് ടൈം നീ നിന്ന് ഇവിടുത്തെ ഫുഡിനൊക്കെ വില കൂടുതലാ, എനിക്കൊന്നും പറ്റത്തില്ല, വാ നമുക്ക് വേറെ സ്ഥലത്ത് പോവാം. എന്നിന് അവനെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് നമ്മുടെ ടൈമും ഗോറിയ എനിക്ക് വിശക്കുന്നു, എത്ര വിലയാണെങ്കിലും ഞാൻ പോയി കഴിക്കാൻ പോവാ. എന്നിന് അവനിങ്ങനെ പോകാൻ നോക്കുമ്പോഴാണ് പുറത്ത് ഡോർ ഇങ്ങനെ അടച്ചിട്ടേക്കുന്നത്. അപ്പൊ അവനും കുറെ തട്ടി നോക്കിയിട്ട് ഗോറിയ നമ്മൾ പെട്ട്. എന്നിന് ഇവർ രണ്ടുപേരും അന്ന് രാത്രി ഫുൾ അവിടെ തന്നെ കിടക്കും. അപ്പോഴാണ് ഗോറിയ അവളുടെ മൊബൈൽ നോക്കിയിട്ട് എന്റെ മൊബൈൽ വീണ്ടും വർക്ക് ചെയ്യുന്നില്ല, ടൈം നീ ആരെയൊക്കെ വിളിച്ച് സഹായം ചോദിക്കും എന്നിന് അവനോട് പറയും. അപ്പോഴാണ് അവന് മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ അവന്റെ ഫോണും ബാറ്ററി ഇല്ല, സ്വിച്ച് ഓഫ് ആകും. അപ്പൊ ഇത് കണ്ട് അവളും പുറത്ത് ആരെങ്കിലും കൊണ്ടുവന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ടൈം മഴ നനഞ്ഞത്, അവനും തലവേന വന്ന് അവിടെ ഇരിക്കും. അപ്പൊ ഇത് കണ്ട് ഗോറിയും ടൈം നിനക്ക് പനിയാന്ന് തോന്നുന്നു, എന്റെ കയ്യിൽ ഒരു ഗുളികയുണ്ട്, നീ ഇത് കഴിക്കും എന്നിന് അവളിങ്ങനെ കൊടുക്കാൻ വരും. അപ്പൊ അവൻ ഇങ്ങനത്തെ ഗുളികയൊന്നും കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് അതങ്ങ് തട്ടി മാറ്റും. അപ്പോഴാണ് ഗോറി അവനെ പിടിച്ച് മടിയിലാക്കിയിട്ട് ടൈം നിനക്ക് ഈ ഗുളിക കഴിച്ചാലേ പനി മാറത്തുള്ളൂ, അതുകൊണ്ട് നീ ആദ്യം ഇത് കഴിക്കും എന്നിന് അവൻ ആ മരുന്ന് കൊടുക്കും. അങ്ങനെ അവളെ കെയർ ചെയ്യുന്നിട്ട് നമ്മുടെ ടൈം അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഞാനിപ്പോ വീട്ടിൽ ചെല്ലാത്തോണ്ട് ഇപ്പൊ എല്ലാവരും എന്നെ അന്വേഷിക്കുകയായിരിക്കും എന്നിന് അവൾ പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ഞാൻ എത്ര ദിവസം പുറത്തു പോയാലും അവരെന്നെ അന്വേഷിക്കത്തേ ഇല്ല, എന്റെ ചേച്ചി ഉണ്ടെങ്കിലും അവൾക്ക് എപ്പോഴും എന്നെ ചവിട്ടാൻ മാത്രമേ അറിയത്തുള്ളൂ എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് ഗോറിയും എനിക്കൊരു അനിയനുണ്ട്, ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കിയാലും അവനായിരിക്കും എപ്പോഴും ജയിക്കുന്നത് എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് അവനും ചിരിച്ചിട്ട് എന്തുവാ അപ്പൊ നീ ഫൈറ്റ് തോറ്റു വന്നോ, എന്നെ കൊണ്ടത് വിശ്വസിക്കാനേ പറ്റുന്നില്ല, നീ എന്നെ തന്നെ അടിച്ച് തറയിലാക്കിയതാ എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് അവളും അങ്ങനെയാണ് അതിനർത്ഥം നിന്നേക്കാളും അവൻ ബെറ്റർ ആണെന്ന് അർത്ഥം എന്നിന് അവൾ പറയുന്നേട്ട് അവനും എന്നാ പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യണമല്ലോ, അവൻ സ്കൂൾ അവിടെ നിറ എന്നിന് അവൻ ചോദിക്കുന്നേട്ട് അവളും ടൈം നീ എന്റെ അനിയനെല്ലാം ചെയ്ത് ഞാൻ നിന്നെ ചുമ്മാ എടുത്തില്ല എന്നിന് അവൾ പറയുന്നിട്ട് ടൈമും ഗോറിയ ഞാൻ ചുമ്മാ തമാശക്ക് അറിഞ്ഞ എന്നിന് അവനും ചുമച്ചോണ്ടിരിക്കും. എന്നിട്ട് നമ്മുടെ ഗോറിയും ടൈം ഞാൻ നിന്നോടൊന്ന് ചോദിച്ചോട്ടെ, നീ സ്കൂളിൽ നടത്തുന്ന റെഡ് കാർഡ് ഗെയിം ഒന്ന് നിർത്തിക്കൂടെ, കാരണം ഇപ്പോഴും കുറെ പിള്ളേർ എന്നെ റാഗ് ചെയ്യുന്നുണ്ട് എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് ടൈമും ഞാൻ റെഡ് കാർഡ് ഗെയിം നിർത്താം എന്നിന് അവനും പറഞ്ഞിട്ട് കിടന്നുറങ്ങും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം രാവിലെ നമ്മുടെ ടൈം ചെയ്തിട്ട് ഗോറി ഉറങ്ങിയില്ലെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യും. അപ്പൊ അവൾ ഉറങ്ങി കിടക്കുന്നുണ്ടിട്ട് എന്നാ ശരി നമുക്ക് കുറച്ച് സമയം കൂടെ ഇവളുടെ മടി കിടന്നുറങ്ങാം എന്നിന് അവനും പതിയെ ഇങ്ങനെ കിടക്കാൻ വരും. അപ്പോഴാണ് ഒരു സ്റ്റാഫ് വന്ന് അവിടുത്തെ ഡോർ തുറക്കുന്നത്. അപ്പൊ ഇത് കണ്ട് അവനും ഗോറി വിളിച്ചോണ്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അതിനുശേഷം ടൈം അവൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഗോറിയ ഇന്നത്തെ ഡേറ്റ് എന്തായാലും അടിപൊളിയല്ലായിരുന്നു, നമുക്കിനി വേറെ ദിവസം കൂടെ പോവാം എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് അവളും എന്തുവാ അടിപൊളിയായിരുന്നാ, ഇതാണ് F4ന്റെ ഡേറ്റിംഗ്, ഇതിനു വേണ്ടിയാണ് ഗേൾസ് ഒക്കെ ഇങ്ങനെ കാത്തു കിടക്കുന്നത്, ഞാനൊന്നും വരത്തില്ല എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് അവനും എന്തുവാ നീ വരത്തില്ലെന്നാ, ഇല്ല നീ വരും, നീ വന്നില്ല ഞാൻ നിന്നെ വിളിച്ചോണ്ടു എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അതിനുശേഷം ഗോറിയ ഇന്നലെ വീട്ടിലാത്തോണ്ട് അവളുടെ അമ്മയച്ഛനും കലിപ്പിലാന്ന് വിചാരിച്ച് അവളിങ്ങനെ പേടിച്ച് ഡോർ ഇറക്കും. പക്ഷെ അവര് ഗോറിയ വീട്ടിലാത്ത കാര്യം പോലെ അറിയാതെ ഗോറിയ രാവിലെ മോൾ നടക്കാൻ പോയായിരുന്നു എന്നിന് അവര് എന്തോ പേപ്പർ ഇങ്ങനെ ഒളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളെടുത്തെന്ന് അമ്മേ നിങ്ങളൊക്കെ എന്തോ ഡള്ളായിട്ടിരിക്കുന്നത്, നിങ്ങൾ എന്തോ മറയ്ക്കുന്നുണ്ടല്ലേ എന്നിന് അവൾ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അമ്മയും ഗോറിയ നിന്റെ അച്ഛൻ ലോൺ വാങ്ങിച്ചിട്ട് പൈസ ഇതുവരെ അടച്ചില്ല, അതുകൊണ്ട് അവരൊന്നും നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന നോട്ടീസ് അയച്ചേക്കുന്നത് എന്നിന് അമ്മ കാണിക്കും. അപ്പൊ ഇത് കണ്ടിട്ട് അവളും അച്ഛാ നിങ്ങൾ എന്തിനാ ലോൺ വാങ്ങിച്ച എന്നിന് അവൾ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അച്ഛനും മോളെ ഞാൻ എനിക്ക് വേണ്ടിയില്ല ലോൺ വാങ്ങിച്ച, നിന്റെ അപ്പൂപ്പൻ വയ്യാതെ കിടന്നപ്പം ഞാൻ കുറച്ച് ലോൺ എടുത്തായിരുന്നു, പക്ഷെ അതടയ്ക്ക് ഇനിയും സമയമുണ്ട്, ഇവരിപ്പോ പെട്ടെന്നാ ഡേറ്റ് മാറ്റി ഇപ്പൊ തന്നെ അടയ്ക്കണം എന്ന് പറയുന്നത്, അതുകൊണ്ട് എന്റെ ഇപ്പം പൈസ ഒന്നുമില്ല എന്നിന് അച്ഛൻ പറയും. അപ്പൊ ഇത് കേട്ട് അവളും ടെൻഷനായിട്ട് ശരി ഈ തവണ ഞാൻ വേണേ ഹെൽപ്പ് ചെയ്യാം, എത്ര അടയ്ക്കണ്ട അവർക്ക് എന്നിന് അവൾ ചോദിക്കും. അപ്പൊ അച്ഛനും അതോ ഒരു 1 ലക്ഷം എന്നിന് അച്ഛൻ പറയുന്നിട്ട് അവള് ഷോക്കായി എന്തുവാ 1 ലക്ഷം എന്നിന് അവൾ സേവ് ചെയ്ത് വെച്ച പൈസയൊക്കെ നോക്കാൻ പോകും. പക്ഷെ അവളുടെ 2000 രൂപയെ കാണത്തുള്ളൂ. അങ്ങനെ അവൾ ആ പൈസ എടുത്തോണ്ട് ആ പൈസ കൊടുത്ത ആളിനെ കാണാൻ പോകും. എന്റെ കയ്യിൽ ഇപ്പൊ 4000 ഉള്ളു, തൽക്കാലം നിങ്ങൾ ഇത് വെച്ചോ, ബാക്കി പൈസ ഞാൻ ഈ മാസത്തിന്റെ അവസാനം തന്നെ അടച്ചു തീർക്കാം എന്നിന് അവൾ അവരോട് പറയും. അപ്പൊ ഇത് കേട്ട അയാളും നിനക്ക് എളുപ്പത്തിൽ പൈസ അടയ്ക്കണമെങ്കിൽ ഞാൻ വേണ ഒരു ഐഡിയ പറയാം, നീ ഇവിടുത്തെ ബാർഗേളായിട്ട് ഇന്നൊരു ദിവസം ജോലി ചെയ്യണം എന്നിന് അയാൾ പറയുന്നിട്ട് നമ്മുടെ ഗോറിയും ദേഷ്യം വിട്ട് ഇല്ല എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നിന് അവൾ പറയും. അപ്പോഴാണ് അയാളും നീയൊന്നും പേടിക്കണ്ട, ഇവിടെ ആരും മോശമായിട്ടൊന്നും ബിഹേവ് ചെയ്യത്തില്ല, കാരണം ഇവിടെ റൂൾസ് ഒക്കെ ഉണ്ട്, പോരാത്തിന് നീ അകത്തേറി അവർക്ക് ഡ്രിങ്ക്സ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, നീ വേറെ ഒരു പരിപാടിയും ചെയ്യണ്ട എന്നിന് അവൾക്കൊരു ഡ്രസ്സ് കൊടുത്ത് അകത്തേക്ക് പറഞ്ഞേക്കും. അപ്പോഴാണ് അവളെ കണ്ടിട്ട് ഒരു കിളവനെ ഇങ്ങനെ കൈയിടാൻ വരും. അപ്പൊ ഇത് കണ്ട് അവളും തടഞ്ഞിട്ട് നോ ടച്ചിങ്, നിങ്ങൾ ഇവിടുത്തെ റൂൾസ് ഒന്നും പഠിച്ചു നോക്കില്ല, ടച്ച് ചെയ്ത ഒരു പരിപാടിയും പാടില്ല, അങ്ങനെല്ലാം ചെയ്താ നിന്റെ മൂക്കിനെ അടിച്ചു പൊട്ടിക്കും എന്നിന് അവള് പഠിപ്പിക്കും. അപ്പൊ ഇത് കേട്ട് ആകാലം ചിരിച്ചിട്ട് എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ട്, നിനക്ക് വേണ്ടി ഞാൻ ഇന്ന് കുറെ ഡ്രിങ്ക്സ് കുടിക്കാൻ പോവാ എന്നിന് അയാളും പറഞ്ഞിട്ട് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഗോറിയെ നോക്കുമ്പോൾ അവിടെയുള്ള വേറെ ഗേൾസിനെല്ലാം ടച്ച് ചെയ്ത് ഡാൻസ് കളിച്ചോണ്ടിരിക്കും, കാരണം അയാള് നമ്മുടെ ഗോറിയെ പറ്റി ചകത്തേറ്റിയതാണ്. അപ്പോഴാണ് ആ കിളവൻ എഴുന്നിട്ട് മോളെ അവരൊക്കെ എൻജോയ് ചെയ്യുന്നു, ഇപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാം എന്നിന് അയാൾ നമ്മുടെ ഗോറിയെ നോക്കി അടുത്ത് വരും. അപ്പൊ ഇതുകൊണ്ട് അവൾ ഒറ്റ ചവിട്ടിയിട്ട് എടാ കിളവാ നിനക്ക് ഈ പ്രായത്തിൽ എൻജോയ് ആണോ എന്നിന് അയാളെ പിടിച്ചടിച്ചിട്ട് എടാ നിന്റെ ബോസിനോട് പറഞ്ഞേക്ക് ഞാൻ എങ്ങനെയൊക്കെ പൈസ ഒപ്പിച്ചു തരാന്ന് എന്നിന് അവളും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അടുത്ത ദിവസം അവളും ഇന്നലെ നടന്ന കാര്യമൊക്കെ വെച്ച് അവളിങ്ങനെ ടെൻഷനായിട്ടിരിക്കും, കാരണം ആ ബാറിൽ CCTV ഒക്കെ ഉണ്ട്. അപ്പോഴാണ് എല്ലാവരും മൊബൈലിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നത്. അങ്ങനെ ഇത് കണ്ടിട്ട് അവരെല്ലാവരും നമ്മുടെ ഗോറിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം നമ്മുടെ ഗോറിയുടെ ഫോൺ വീണ്ടും അടിച്ചുപോയി, അതുകൊണ്ട് അവൾക്ക് അതെന്താന്ന് മനസ്സിലാകത്തില്ല. അപ്പോഴാണ് നമ്മുടെ ഹാന എടുത്ത് വന്നിട്ട് ഗോറിയ ഇത് നീയാണോ എന്നിന് അവൾ ചോദിക്കും. അപ്പോഴാണ് നമ്മുടെ ഗോറിയും ഇന്നലെ ബാറിൽ പോയ കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞോന്ന് വിചാരിച്ച് അവളിങ്ങനെ ടെൻഷനായിട്ട് നോക്കും. സോ അതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അതുപോലെ തന്നെ F4 എനിക്ക് ഡെയിലി ഇടാൻ പറ്റത്തില്ല,
കാരണം ഏപ്രിൽ 13 വരെ എനിക്കൊരു എക്സാം ഉണ്ട്. അതുകൊണ്ട് അതിനുശേഷം നമുക്ക് ഡെയിലി ഇടാം. അതുവരെ പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് 1-2 ഇട്ടുവാം. സോ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.